സ്വർഗത്തിന്റെ രഹസ്യങ്ങളെ നാം പഠിക്കുകയും സ്വർഗീയ അനുഭവം നമ്മളെ ദർശിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുകയും ചെയ്യുന്നതാണ് ദൈവ അനുഭവം. നമ്മൾ ഓരോരുത്തർക്കും ദൈവത്തിന്റെ അനുഭവം. ദൈവത്തിന്റെ അനുഭവമാണ് നമ്മളെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന സത്യമാണ്. അത് രക്ഷയാണ്. രക്ഷിക്കാൻ അത്രേ ക്രിസ്തു ലോകത്തിലേക്ക് രക്ഷയുടെ വലിയൊരു ചരിത്രമുണ്ട്. ക്രിസ്തു ലോകത്തെ പ്രവാചകന്മാരെയും പ്രവചനങ്ങളെയും അയച്ച് അവരെയെല്ലാം ലോകം കൊന്നുകളഞ്ഞു. ഒരു കൂട്ടരെ പീഡിപ്പിച്ചു, മറ്റൊരു കൂട്ടരെ കൊന്നുകളഞ്ഞു, വേറെ കൂട്ടരെ നരകത്തിലേക്ക് വലിച്ചു. എങ്കിലും ദൈവം രക്ഷിക്കാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തമായ ജോലി തന്റെ പുത്രനിലൂടെ നിറവേറുവേണ്ടതിന് ക്രിസ്തുവിനെ ശൂന്യനാക്കി ലോകത്തിലേക്ക് രക്ഷാ ചരിത്രം. ആ ചരിത്രത്തിന്റെ വിശുദ്ധമായ അടയാളമാണ് വിശുദ്ധ കുരിശിന്റെ അടയാളം. നമ്മൾ എത്ര പേര് അത് നെറ്റിയിൽ വരയ്ക്കുമെന്ന് പരിശോധിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ വിശുദ്ധ കുരിശ് വരയ്ക്കുക? ഓരോരുത്തരും കുരിശ് വരച്ചു. ഇനി നിങ്ങളെ തന്നെ ഞാനൊന്ന് പരിശോധിക്കാൻ പോവാണ്. വിശുദ്ധ കുരിശിന്റെ അടയാളം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. അപ്പം ഏത് ഭാഗത്താണ് പരിശുദ്ധാത്മാവ് നിലനിൽക്കുക? ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ അരുൾ ചെയ്തു, കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, നിന്റെ ശത്രുക്കളെ നിനക്ക് പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുക. കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, നിന്റെ ശത്രുക്കളെ നിനക്ക് പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടൻ ആയിരിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തു ദാവീദിന്റെ പുത്രനായത് എങ്ങനെ? ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി. ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി. ആരാണ് ദാവീദ് പൂരിതനായത്? പരിശുദ്ധ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ വസിച്ചു. ദൈവത്തിന്റെ ആത്മാവിനാൽ പരിപൂരിതനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദാവീദ് ഒരാട്ടിടയനായിരുന്നു. ആട്ടിടയനായ ദാവീദ് പരിശുദ്ധാത്മാവിനാൽ ആടിനെയും മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധൻ അവനെ തേടി അവന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. ദാവീദിന്റെ പിതാവ് ആരായിരുന്നു? പറയാമോ? ദാവീദിന്റെ പിതാവ് പേരറിയോ? ദാവീദിന്റെ പിതാവിന്റെ ദാവീദിന്റെ പിതാവ് നിങ്ങൾ പറയുന്നില്ല, ഞാനും പറയല്ല. നിങ്ങളിൽ ആർക്കും അറിയില്ലേ ദാവീദിന്റെ പിതാവ് ആരായി? ആരുടെ പുത്രനാണ് ദാവീദ്? അതിനാണ് പറഞ്ഞത് ദാവീദ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി. അപ്പോൾ അവന്റെ പിതാവ് ആരായിരുന്നു? ദാവീദിന്റെ പിതാവ്. അത് സൃഷ്ടാവാണ് ദൈവം. പിതാവിനെ പറ്റി പഠിപ്പിക്കുന്നത്. ആരുടെ വംശത്തിലാണ് ദാവീദ് ജനിച്ചത് അറിയോ? ദാവീദ് ആരുടെ വംശാവലിയിൽപ്പെട്ടവരാണ്? ക്രൈസ്തവ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. പരമ്പരകളെ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നാം എന്ത് ക്രൈസ്തവർ എന്ന് വിളിക്കുക? ഈ ലോകത്തിന്റെ ശരീരങ്ങളാണെന്നോ? ദാവീദ് ആരുടെ വംശത്തിൽ ജനിച്ചു? അവരുടെ ഗോത്രപിതാവ് ആരാണ്? ആദത്തിന്റെ വംശമാണ് ദാവീദ്. ആദത്തിന്റെ വംശാവലിയിൽ 42
അവന്റെ പിതാവ് 41-ാമത്തെ വംശാവലിയിൽ ജനിച്ചവരാണ്. 42-ാമത്തെ വംശാവലിയിലാണ് ക്രിസ്തു ശരീരമെടുക്കുന്നത്. ദാവീദിന്റെ വംശത്തിൽ, ഗോത്രപിതാവായ ദാവീദിന്റെ വംശത്തിൽ. ആദത്തിന്റെ വംശാവലിയാണ് ദൈവത്തിന്റെ വംശാവലി. എല്ലാ വംശങ്ങളും ദൈവത്തിൻ്റെതാണ്. പക്ഷേ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആദ്യ വംശമാണ് ആദം. ആ ആദത്തിൽ നിന്ന് മാത്രമേ ക്രിസ്തു ജനിക്കൂ. മറ്റൊരു വംശത്തിലും ക്രിസ്തു ജനിക്കുകയല്ല. ഗോത്രപിതാക്കന്മാരുടെ തലമുറയായി വന്നതാണ് ആദത്തിന്റെ വംശം. അവസാന പുരോഹിതൻ ആരായിരുന്നറിയോ? സക്കറിയ പുരോഹിതൻ. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ സക്കറിയ പുരോഹിതൻ അവസാന പുരോഹിതനാണ്. പിന്നീട് പൗരോഹിത്യം ഉണ്ടായിട്ടില്ല. അപ്പൊ പൗരോഹിത്യം എവിടെ പോയി? പൗരോഹിത്യം അവസാനിച്ചു. എവിടെ വെച്ച്? സക്കറിയയിൽ നിന്ന് ജനിച്ചവരാണ് സ്നാപക യോഹന്നാൻ. സ്ഥാപിക്കപ്പെട്ടവർ, വഴിയൊരുക്കാൻ. ആർക്കു വേണ്ടി? യേശു. സ്നാപക യോഹന്നാൻ സ്ഥാപിച്ചവരാണ്. എന്താണ് സ്നാപക യോഹന്നാൻ സ്ഥാപിച്ചത്? ദൈവത്തിന് വഴിയൊരുക്കുന്ന സ്ഥാപനം. ദൈവത്തിന്റെ വഴിയൊരുക്കി. അതിനു മുമ്പ് പ്രവാചകന്മാരും പ്രവചനങ്ങളും ലോകത്തിലുണ്ടായിരുന്നു, ഇല്ലെന്നല്ല. എന്നാൽ അവസാന പുരോഹിതനായ സക്കറിയായുടെ ഭാര്യ ഗർഭം ധരിച്ച് സാറ പ്രസവിക്കുന്നു. അപ്പൊ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായിരുന്ന ദൈവത്തിന്റെ വഴി ഒരുക്കുവാൻ വേണ്ടി ആര് രൂപം പ്രാപിച്ചു? യോഹന്നാൻ. സക്കറിയ പുരോഹിതൻ ദേവാലയത്തിൽ ധൂപാർപ്പണ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ അവരോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, യോഹന്നാൻ എന്നവന് പേരിടണം. സക്കറിയ ഭയരഹിതനായി. ദൈവത്തിന്റെ എന്ത് പറഞ്ഞു? ദൈവത്തിന്റെ ദൂതൻ ഭയപ്പെടേണ്ട, സക്കറിയ നീ ഭയപ്പെടേണ്ട, നീ ദൈവത്തിന് കൃപയാണ് നേടിയിരിക്കുന്നത്. നിന്റെ ഭാര്യ എലിസബത്ത് വന്ധ്യയായിരിക്കെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യോഹന്നാൻ എന്ന് പേരിടണം. അയക്കപ്പെട്ടവൻ. യോഹന്നാനെ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലേക്ക് ശരീരം എടുക്കുന്നത്. സക്കറിയായുടെ വംശാവലി അവിടെ അവസാനിക്കുകയാണ്. യോഹന്നാനുടെ വംശം. യോഹന്നാൻ വിവാഹം കഴിച്ചവരല്ല, പിന്നെ ആരാണ്? സ്ഥാപിതൻ. സ്ഥാപിത യോഹന്നാൻ. സ്ഥാപിക്കപ്പെട്ട. എന്ത് സ്ഥാപിച്ചു? ദൈവരാജ്യത്തിന്റെ വഴി നേരെയാക്കിയവനാണ് സ്ഥാപിതൻ, സ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ യോഹന്നാനിലൂടെ ദൈവരാജ്യം, ക്രിസ്തു ലോകത്തിലേക്ക് വരുവാൻ ആദത്തിന്റെ വംശാവലിയിൽ 42-ാമത്തെ വംശത്തിൽ ക്രിസ്തു ശരീരമെടുക്കുവാൻ വേണ്ടി മറിയത്തെ പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവ് കന്യകയായിരിക്കെ കന്യകയിൽ നിന്നൊരു പുത്രൻ ജനിച്ചു. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന വചനം പൂർത്തിയാകേണ്ടതിന് മറിയം ദാസിയായി തീർന്നു. ദൈവത്തിന്റെ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി എന്ന് ദൈവദൂതൻ ഒരു മനുഷ്യ ശരീരത്തോട് പറയണമെങ്കിൽ ആ മറിയം എത്ര നിർമ്മലവതിയായിരിക്കണം. ഇന്നും എത്രയോ മറിയങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവരോട് ആരോടും ദൈവം സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? ഒത്തിരി മറിയം ഈ ഭൂമിയിലുണ്ടല്ലേ? മേരിയുണ്ട്, മറിയമുണ്ട്. പക്ഷെ അവരോട് ദൈവം സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഒന്നും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവരിൽ നന്മ ഇല്ല. അപ്പം നന്മയുടെ ഉറവയിൽ ആര് ജനിക്കും? ദൈവത്തിന്റെ ആത്മാവ് ജനിക്കും. അതുകൊണ്ടാണ് അമ്മ മാതാവിനോട് കൂടെ 40 ദിനരാത്രങ്ങൾ സഹേവനൂട്ടുശാലയിൽ ശിഷ്യന്മാരുമൊത്ത് അവർ രായും പകലും പ്രാർത്ഥനയിൽ അരൂപി കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് അഗ്നിനാളങ്ങളായി അവരുടെ മേൽ വന്ന് നിറഞ്ഞു. പിന്നീട് മാതാവിനെ ലോകം കണ്ടിട്ടില്ല. എവിടേക്കാണ് ഈ മാതാവ് പോയത്? ആർക്കെങ്കിലും പറയാമോ ഈ മാതാവ് എവിടെ പോയി? പിന്നെ ലോകത്തിന് മാതാവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗാരോഹണം ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു.
സ്വർഗത്തിലേക്ക് സംഗ്രഹിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. മറിയത്തിന്റെ ഹൃദയം നിറഞ്ഞത് എവിടെ വെച്ചാണ്? അല്ലെ, മറിയം പരിശുദ്ധ പൂർണ്ണമായത് എവിടെ വെച്ചാണ്? വാൾ കടന്നുപോയത് എവിടെ വെച്ചാണ്? രക്ഷ ലോകത്തിന് പ്രദാനം ചെയ്തത് എവിടെ വെച്ചാണ് എന്ന് പരിശുദ്ധാത്മാവിനല്ലാതെ ലോകത്തിലെ ഒരു വ്യക്തിക്കും അത് വെളിപ്പെടുത്താൻ സാധിക്കില്ല. കാരണം യേശു അരുളി ചെയ്തിട്ടുണ്ട്, ഈ ഗ്രന്ഥത്തിൽ എഴുതാത്ത വളരെയേറെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അവയെല്ലാം ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരുന്നുവെങ്കിൽ ലോകത്തിന് ഈ ഗ്രന്ഥം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു, മാതാവ് സംഗ്രഹിക്കപ്പെട്ടു. എവിടത്തേക്കാണ് പോയതറിയാവോ? 12 ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞുപോയി. അവർ അത്യുന്നതന്റെ ശക്തി പ്രാപിച്ചു. അപ്പോൾ ഈ മറിയം ആരായെന്നറിയാവോ? ശരിക്കും നിങ്ങൾ പാട്ട് പാടുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, വണങ്ങുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മറിയം ആരാണെന്ന് ഇന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് പറയാമോ ഈ മറിയം ആരാണെന്ന്? ഒന്ന് സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക്? ആ നാമം എടുത്തിട്ട് വിശദമായിട്ടൊന്നും. ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ വേണ്ടി യോഗ്യത നിറഞ്ഞ പരിപൂർണ പരിശുദ്ധമായ കന്യകാ മറിയത്തിന്റെ ഉദരം ദൈവദൂതൻ വഴി പരിശുദ്ധീകരിക്കപ്പെട്ടു. കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറയട്ടെ എന്നാണ് മറിയം പറഞ്ഞത്. കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറയട്ടെ. ഇന്നത്തെ മറിയം എന്താ പറയാന്നറിയാവോ? കർത്താവിന് വേണമെങ്കിൽ ഇതാ, എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല. പക്ഷെ മറിയം പറയുന്നതറിയോ? കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറയട്ടെ. എന്നിട്ട് അവിടെ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, എങ്ങനെ ഇത് സംഭവിക്കും? അവിടുന്ന് പറഞ്ഞു, മനുഷ്യന് അസാധ്യമായതൊക്കെ ദൈവത്തിന് സാധ്യമാണ്. പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വന്ന് നിറയും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്ന് ആവസിക്കും. നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ. ആരാണ് പറഞ്ഞത്? നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ. ഏറ്റവും വലിയ ശക്തി, ലോകത്തിന്റെ കോടാനുകോടി ചൈതന്യ ശക്തിയുള്ള ദൈവത്തിന്റെ വചനം ഒരു നിമിഷം കൊണ്ട് ആത്മാവിലേക്ക് വന്നു. മറിയം ആത്മാവ് കൊണ്ടത് സ്വീകരിച്ചു. ആ ശക്തിയെ മറിയം ആത്മാവിനാണ് സ്വീകരിച്ചത്. സ്വീകരിച്ച മറിയത്തിന്റെ ആത്മാവിൽ ജ്വലിച്ചു ദൈവ ചൈതന്യം. അവളത് മനസ്സിൽ നിന്ന് നിറച്ചില്ല, ആത്മാവിൽ നിന്ന് നേരെ അത് ഉദരത്തിലേക്ക് സ്വീകരിച്ചു. ഉദരം പിളർന്നു. ദൈവത്തിന്റെ ശക്തി അവളുടെ ഉദരത്തിൽ മാംസമായി. മാംസം വളർന്ന് ലോകത്തിലേക്ക് ഈശോ ജനിച്ചു. അപ്പൊ ഈ മറിയം ആരാണ്? ലോകൈക മാതാവ്, ലോകത്തിന്റെ മാതാവ്. യാകുല മാതാവേ, ലോകൈക മാതാവേ, ലോകത്തിന്റെ മാതാവ്. നമ്മുടെ ഒരാളുടെ വ്യക്തിയുടെ അല്ല, മറിച്ച് ലോകത്തിലെ സകല ജനപദങ്ങളുടെയും മാതാവാണ് കന്യക മറിയം. ആര് ജനിച്ചു? ദാവീദിന്റെ വംശത്തിൽ ഗോത്രപിതാവായ ആരെന്നാണ് ജനിച്ചത്? വായിച്ചു നോക്കിയോ? മറിയത്തിന്റെ പിതാവാണെന്ന് വായിച്ചു നോക്കിയിരുന്നത്. വചനം തുറന്നു നോക്ക്. യോവാക്കിൽ നിന്നും മറിയം യോവാക്കാരുടെയോ ദാവീദിന്റെ വംശാവലിയാണ്. ഈ വംശത്തിൽ മാത്രമേ ജനിക്കൂ, മറ്റൊന്നിനും ജനിക്കുകയല്ല. ആ വംശത്തിൽ കൂടെ മാത്രമേ ഈ പരിശുദ്ധാത്മാവ് ഒഴുകുള്ളൂ. അല്ലാണ്ട് പരിശുദ്ധാത്മാവ് എല്ലാവരിലേക്കൊന്നും ഒഴുകുന്നയാളല്ല. പരിശുദ്ധ ത്രിത്വൈക ദൈവമാണ്. എല്ലാവരെയും അനുഗ്രഹിക്കും, പക്ഷെ ആത്മാവ് ഒഴുകുകയല്ല. അതിനെ കൈവപ്പ് വഴി ശിഷ്യന്മാർക്ക് നൽകി. അവർ കൊടുത്തവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ നൽകി. എന്നാൽ ദാവീദിന്റെ വംശത്തിൽ ഇന്നും പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്നു. ഒരിക്കലും അറ്റുപോകാത്ത ജന്മസിദ്ധി,
ഒരിക്കലും മരിക്കാത്ത ആത്മകുടുംബം, ഒരിക്കലും നശിക്കാത്ത ആത്മീക ജീവിതമാണ് പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവിൽ നിന്ന് ജനിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ആത്മചൈതന്യം. ഈ ചൈതന്യത്തെ ആത്മാവിലേക്ക് സ്വീകരിച്ചവരെല്ലാവർക്കും നിത്യജീവനുണ്ട്. അതാണ് സ്വർഗരാജ്യം എന്ന ആലയം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയം മനുഷ്യന്റെ ഹൃദയം. ആ ആലയം ആരുടേതാണെന്നറിയാമോ? ദൈവത്തിന്റെ ആലയമാണ് മനുഷ്യന്റെ ഹൃദയം. അത് പരിശുദ്ധ ദേവാലയമാണ്. അത് വിശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതിന്റെ മേൽ ഒരു പാപകറയ്ക്കും അധികാരമില്ല. കാരണം ക്രിസ്തു പാപങ്ങൾ മോചിക്കേണ്ടതിന് ദാവീദിന്റെ വംശത്തിൽ ആത്മാവിനെ നൽകിക്കൊണ്ട് ശരീരമെടുത്ത് വിഭൂതിയിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെ പൂർണ്ണ ആത്മാവ് കൊണ്ട് നിറഞ്ഞ ശരീരം, പൂർണ്ണ ശക്തി കൊണ്ട് നിറഞ്ഞ ശരീരം, പൂർണ്ണ വചനം കൊണ്ട് നിറഞ്ഞു, പൂർണ്ണ ജീവൻ നൽകി. അത് നിത്യജീവനിലേക്ക് പോയി. ഈ 72 ശിഷ്യന്മാരെ യേശു അയക്കുമ്പോൾ അവരുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരുന്നു. 12 പേരെ അയക്കുമ്പോൾ അവരുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു. ഈ അമ്മ മാതാവിന്റെ ശക്തി 12 ശിഷ്യന്മാരിലേക്ക് നിറഞ്ഞു. പിന്നീട് മാതാവിനെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ നാം ഇന്ന് പരിശുദ്ധ മാതാവിനെ പറ്റി പാടുന്നു, സ്തുതിക്കുന്നു, വണങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മാതാവിനെ പോലെ ഒന്ന് നന്മ നിറയുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ധ്യാനിക്കുന്നുണ്ടോ? എനിക്ക് ആ അമ്മയുടെ പാദങ്ങളെ ചുംബിക്കുവാൻ, ആ പാദങ്ങളെ തുടരുവാൻ, ആ പാദങ്ങളിലൂടെ കെട്ടിപ്പിടിച്ച് കരയുവാൻ, എന്റെ പാപങ്ങൾ കഴുകി എന്നെ നന്മയിലേക്ക് നയിക്കണമേ എന്ന് പറയുവാൻ നിങ്ങളുടെ ഹൃദയം തുറക്കുന്നുണ്ടോ? നിങ്ങൾ ആദരയായാമം ചെയ്യുന്നുണ്ട്, പക്ഷേ ഹൃദയമോ എത്ര അകലെയാണ്. ഞാൻ ഒരു കൊച്ചിനോട് ചോദിച്ചു വന്നപ്പോ, മകളെ, നിന്റെ കയ്യിലേക്ക് ഞാൻ ഒരു ഉറുമ്പിനെ തന്നാൽ നീ അതിനെ എന്ത് ചെയ്യും? പറഞ്ഞു, കടിച്ചാൽ ഞാൻ അതിനെ ഞെരടിക്കളയുന്നു. കടിച്ചാൽ ഞാനതിനെ ഞെരടും. അപ്പൊ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന് ഏത് രൂപത്തിലാവുമെന്ന് പറയാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ഒരു കടി കടിച്ചാൽ നീ ഒന്നും ഭൂമിയിൽ ഇല്ല. നിന്നിലെ മനുഷ്യൻ എന്ത് ചെയ്യും? ഞെരിടാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റുകയില്ല. 10,000 സൂര്യന്റെ ശക്തിയിലാണ് എനിക്കൊന്ന് പ്രത്യക്ഷനായത്. ഞാൻ അപ്പോഴേ മരിച്ചു. 10,000 സൂര്യശക്തി എന്റെ ശരീരത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇരുമ്പുരുകുന്ന പോലെ ഉരുകിയങ്ങ് പോയി. പിന്നെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരീരം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. സ്വർഗം തുറന്നു. പിതാവായ ദൈവവും യേശുവും കൂടെ ഒന്നിച്ച് എന്റെ അടുക്കൽ വന്നു. എന്നോട് സംസാരിച്ചു 3 മിനിറ്റ് സമയം. എന്നിട്ട് പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. ഹൃദയത്തിലേക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഏതൊരുവനെയും ദൈവം അനുഗ്രഹിക്കും എന്ന് വാഗ്ദാനം നൽകപ്പെട്ടു. കൃപ. അങ്ങനെ 5 വരങ്ങളാൽ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. കൃപാവരം, വചനവരം, ശുശ്രൂഷാവരം, രോഗശാന്തിവരം, അനുഗ്രഹവരം. 5 വരങ്ങളാൽ അഭിഷേകം ചെയ്ത ഞാൻ ഒരു ഉറുമ്പിനെ പോയിട്ട് ഒരു ചെതിലിനെ പോലും കൊല്ലാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം എന്താണ്? എന്റെ പിതാവാണ് ഇതിനെ എല്ലാ ലോകത്തിലേക്ക് അയച്ചത്. ആ വിരുന്നിനെ പോലും കൊല്ലാൻ എനിക്ക് അനുവാദമില്ല. കൊല്ലരുതേ, വ്യഭിചാരം ചെയ്യരുതേ, മോഷ്ടിക്കരുതേ, കള്ളസാക്ഷ്യം പറയരുതേ, അന്യന്റെ ഭാര്യ ആഗ്രഹിക്കരുതേ, അന്യന്റെ വസ്തുക്കളെയും ആഗ്രഹിക്കരുതേ. പിന്നെ ഞാൻ എങ്ങനെ കൊല്ലും? ഉറുമ്പ് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? അത് കടിക്കണോ വേണ്ടത് അതല്ലേ തീരുമാനിക്കുക. അത് കടിക്കണ്ടെന്ന് പിതാവ് ആഗ്രഹിച്ചാൽ കടിക്കുവോ? ഞാൻ നിന്റെ കയ്യിലേക്ക് ഉറുമ്പിനെയല്ലേ തരുന്നുള്ളൂ. കടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. തന്നാൽ നീ എന്ത് ചെയ്യും? കടിച്ചാൽ ഞാൻ അതിനെ ഞെരുടും. പിതാവ് ചോദിക്കും, കുഞ്ഞെ, ഞാൻ നിന്റെ കയ്യിൽ ഒരു ആത്മാവിനെ തന്നത്, അത് ഉറുമ്പിന്റെ രൂപത്തിലായിരുന്നതേ ഉള്ളൂ. അതിനെ നീ കൊന്നാലേ അതിന്റെ കണക്ക് നീ അവിടെ കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് കർത്താവ് ടെസ്റ്റ് ചെയ്യും. നമ്മളെ ഒന്ന് ചോദിക്കും. ഇപ്പൊ നിങ്ങളെ എന്റെ മുന്നിൽ കൊണ്ടുപോയി എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഓരോ ആത്മാക്കളാണ്. ഈ ആത്മാവിന് ഒന്നുപോലും കേടുവരാൻ പാടില്ല, തിരിച്ചു കൊടുക്കണം. കൊടുത്തില്ലേ? എന്നോടൊരു ചോദ്യമുണ്ട്. പ്രവാചക, നിന്നെ ഞാൻ അയച്ചു, നീ എന്റെ ജനത്തെ എന്ത് ചെയ്തു? എന്റെ ജനത്തിന്റെ പാപങ്ങൾ നീ ക്ഷമിച്ചോ? എന്റെ ജനത്തിനോട് നീ പ്രാർത്ഥിച്ചോ? എന്റെ ജനത്തെ രക്ഷിച്ചോ? എന്റെ ആത്മാക്കളെ നിത്യജീവനിലേക്ക് നയിച്ചോ? എന്റെ ജനത്തിന്റെ രോഗങ്ങൾ നീ സൗഖ്യപ്പെടുത്തിയോ? അവരുടെ പീഡനങ്ങൾ നീ കണ്ടോ? അവരുടെ ദുഃഖങ്ങൾ നീ കണ്ടോ? അവരെ നീ ആശ്വസിപ്പിച്ചോ? നീ അവരോട് എന്താണ് പറഞ്ഞത്? എന്നെ പറ്റിയോ? നിന്നെ പറ്റിയോ? നിന്റെ പിതാവിനെ പറ്റിയോ? എന്താണ് നീ അവരോട് പറഞ്ഞത്? സ്വർഗരാജ്യത്തിന്റെ അവകാശികളായിരിക്കുന്ന എന്റെ മക്കളെ ഞാൻ നിന്റെ കയ്യിൽ തന്നാൽ നീ അവരെ എന്ത് ചെയ്യും? ഞാൻ കൊല്ലൂ? കൊല്ലാനെ കൊണ്ട് പറ്റുമോ? എന്നെ ഏൽപ്പിച്ചത് ആരാണ്? പിതാവാണ്. ഒന്നിനു പോലും മുറിവേക്കാൻ പാടില്ല. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ, വലിയ കാര്യത്തിലും വിശ്വസ്തൻ. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ, വലിയ കാര്യത്തിലും. അപ്പൊ ഒരു ഉറുമ്പ് കടിച്ചാൽ കടിക്കണോ വേണ്ടത് ആരാ തീരുമാനിക്കുക? ഉറുമ്പാണോ? അല്ല. പിന്നെ ആരാണ്? അതിനെ തന്നയാളാ. തന്നയാള് പറയാണ്, നീ അവിടെ കയ്യിൽ പോയി ഇരുന്നോളുക, അവിടെ പഠിപ്പിക്കുക. ഞാൻ ആദ്യം തിരുവചനം പഠിക്കുമ്പോൾ ഒരു മത്സ്യത്തെ കയ്യിലെടുത്ത് വെള്ളത്തിൽ നിന്ന് പോയി മത്സ്യത്തോട് ചില വചനം പറഞ്ഞു, ഈശോയെ നിറയണമേ, ഈശോയെ നിറയണമേ, ഈശോയെ നിറയണമേ എന്ന്. ആ മത്സ്യം അനങ്ങാതെ അത് മുഴുവൻ കേട്ടു. പിന്നെ ഞാൻ പോയി ഒരു തെങ്ങിന് ചോദിച്ചു, തെങ്ങിനെ വില കൈവച്ചിട്ട് ഈശോയെ നിറയണമേ, ഈശോയെ നിറയണമേ, ഈശോയെ നിറയണമെന്ന്. തെങ്ങ് വിടാതെ നിൽക്കുവാണ്. പിന്നെ ഒരു തൊട്ടാവാടിയുടെ ഇലയോട് ഇത് പറഞ്ഞു, നീ വാടരുത്, നീ ഞാൻ പറഞ്ഞു കേൾക്കണമെന്ന്. തൊട്ടാവാടി പറഞ്ഞു, ഞാൻ ഈശോയെ തരണമേ, ഈശോയെ തന്നു. തൊട്ടാവാടി നേരെ നിന്നു. തൊട്ടാവാടി നേരെ മാറിപ്പോകും. പക്ഷേ വചനം കേട്ടപ്പോൾ അവിടെ തന്നെ നിന്നു. പിന്നെ പശുക്കളോട് പറഞ്ഞു, മൃഗജാതികളോട് പറഞ്ഞു, മനുഷ്യനോട് പറഞ്ഞു. അപ്പം ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാൻ നമ്മളെ കൊണ്ട് അതിലുമുള്ളത് നിത്യജീവൻ. ജീവന്റെ ആത്മാവ് അതിലിരിക്കുമ്പോൾ നമുക്കതിനെ തൊടാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അപ്പം ദൈവാത്മാവ് മരിക്കുകയില്ല. എന്ത് ചെയ്യും? ജീവിച്ചുകൊണ്ടേ. പുനരധിജനനം, പുനരധിവചനം, പുനരധിജനനം, പുനരധിവചനം. ആത്മാവ് വചനം പറഞ്ഞുകൊണ്ടേ. മനുഷ്യനോ അത് ഹൃദയമുള്ളവർ ഗ്രഹിക്കും. നിങ്ങളും എന്നെ പോലെ ആയിരിക്കണമേ എന്ന് ഞാൻ എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശു വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആയിരിക്കാൻ അത്രേ ഞാൻ ലോകത്തിലേക്ക് വന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആയിരിക്കാൻ അത്രേ ഞാൻ ലോകത്തിലേക്ക് വന്നത്. അപ്പം ലോകം ശരീരം പിശാചല്ല, പിന്നെ ആരാണ്? ദൈവത്തിന്റെ വാസസ്ഥലമാണ് മനുഷ്യന്റെ ഹൃദയം. അതാണ് പരിശുദ്ധ ദേവാലയം. ആ ദേവാലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിച്ചു. ഒരു മനുഷ്യ ശരീരത്തിന്മേൽ, ആത്മാവ് വസിക്കുന്ന ശരീരത്തിന്മേൽ ഒരുവൻ സ്പർശിക്കുകയോ വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ ആ ആത്മാവിനെ ദൈവം നശിപ്പിച്ചു കളയും. കാരണം ദൈവത്തിൻ്റെതാണ്, അത് തൊടാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ദൈവമാണ് അതിന് ജീവൻ നൽകിയത്, ദൈവമാണ് അതിനെ പരിപാലിക്കുന്നത്, ദൈവമാണ് അതിനെ നടത്തുന്നത്, ദൈവമാണ് അതിനെ കാക്കുന്നത്, ദൈവമാണ് അതിനെ രക്ഷിക്കുന്നത്, ദൈവമാണ് അതിന് പ്രചോദനം നൽകുന്നത്, ജ്ഞാനം നൽകുന്നത്, വിശുദ്ധി നൽകുന്നത്, അറിവ് നൽകുന്നത്, സ്നേഹം നൽകുന്നത്. എല്ലാം പരിശുദ്ധ ആത്മാവാണ്. ആ ആലയത്തെ തൊട്ട ആലയം നശിപ്പിച്ചു കളയും, തൊടുന്നവൻ നശിച്ചു പോകും. എന്തുകൊണ്ടായിരിക്കും പറയാൻ കാരണം? അത് എന്റെ ആലയം, മനുഷ്യന്റെ ഹൃദയം, പ്രാർത്ഥന ആലയം. ആ ആലയം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥന ആലയം. ആ പ്രാർത്ഥന ആലയത്തിന്റെ മേൽ കൈവെക്കാൻ ദൈവം ആരെയും അനുവദിക്കുകയില്ല. അങ്ങനെ ആരെങ്കിലും കൈവച്ചാൽ ആ കൈകൾ പിന്നെ ഭൂമിയിൽ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തകർന്നു പോകും. നമുക്കാണ് അനന്യാസിനെ സഭയും പത്രോസിനെ മുൻപിൽ കൊണ്ട് അവരുടെ സ്വത്തുക്കൾ വെച്ചിട്ട് പറയുകയാണ്,
ഇതാ ഇത്രയേ ഉള്ളൂ. അനനിയാസേ, നീ പരിശുദ്ധാത്മാവിനെയാണോ വഞ്ചിക്കുന്നത്? അനനിയാസേ, നീ പരിശുദ്ധാത്മാവിനെയാണോ വഞ്ചിക്കുന്നത് എന്ന് 2 പ്രാവശ്യവും പത്രോസ് ചോദിക്കുന്നുണ്ട്. 3-ാം പ്രാവശ്യം ചോദിക്കുന്നതിന് മുമ്പ് അനനിയാസ് നിലത്ത് വീണു, മരിച്ചു. അനനിയാസേ, നീ പരിശുദ്ധാത്മാവിനെയാണോ വഞ്ചിക്കുന്നത്? സ്വത്ത് വിറ്റ പണം നിന്റേത്, സ്വത്ത് നിന്റേത്, നീ എന്തിനാണ് ഈ പാപം ചെയ്തത്? അനനിയാസ് നിലത്ത്. അവന്റെ ഭാര്യ സമറയും വന്നു, അതേ വാക്ക് തന്നെ പറഞ്ഞു. അവളെയെങ്കിലും രക്ഷിക്കാൻ പത്രോസ് ആലോചിച്ചു. ഇത് തന്നെയാണോ സംഭവിച്ചത്? നിങ്ങൾ 2 പേരും ഒത്തല്ലേ ഇത് പറഞ്ഞത്? അതാ അവരുടെ കാലൊച്ച നിന്റെ കാതുകളിൽ ദർശനം അവൾ. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വഞ്ചിക്കാൻ, കാരണം ആരാണത്? ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ വസിക്കുകയാണ്. കാണിച്ചു കൊടുത്താൽ കാണാൻ പറ്റുമോ? ഇല്ല. ഹൃദയശുദ്ധിയുള്ളവന് മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കൂ. ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ ഒരുവനും ദൈവത്തെ കാണാൻ സാധിക്കില്ല. ആരാധനയിൽ എല്ലാവർക്കും മുഴുകാം, എല്ലാവർക്കും ആരാധിക്കാം, സ്തുതിക്കാം. പക്ഷേ കാണുവാനുള്ള കൃപ എവിടെ നിന്ന് വരും? ഹൃദയത്തിൽ നിന്നേ വരും. ഹൃദയമാണ് ദൈവത്തിന്റെ യഥാർത്ഥ വാസസ്ഥലം. ഒരു വട്ടം ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു പുരോഹിതനോട് ചോദിച്ചു, ഹൃദയമുണ്ടോ? ജോൺ എന്നാണ് പുരോഹിതന്റെ പേര്, ചെറുപ്പക്കാരൻ. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛന് 7ാമത്തെ പഠനത്തിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായി. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ജ്ഞാനം കിട്ടിയിട്ടില്ല. ഉണ്ടെന്ന് ഞാൻ പഠിച്ചു, പക്ഷെ എനിക്ക് കാണപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഒരു തണുത്ത കാറ്റ് അച്ഛന്റെ മേൽ ആഞ്ഞടിച്ചാൽ പരിശുദ്ധാത്മാവ് അച്ഛനെ പൊതിഞ്ഞു എന്ന് വിശ്വസിച്ചോളാം. ഉടനെ ഞാൻ കൈവച്ചു, കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങയുടെ ഈ ദാസൻ അങ്ങയെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് വചനത്താൽ വിശുദ്ധീകരിക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ചോദിച്ചാൽ എന്റെ പരിശുദ്ധാത്മാവിനെ നൽകത്തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ വചനം കൊടുക്കുകയും ചെയ്തു. അച്ഛന് കാറ്റായിട്ട് പരിശുദ്ധാത്മാവ്. എന്താ ചോദിച്ചത്? ചോദിച്ചാൽ എന്റെ പരിശുദ്ധാത്മാവിനെ നൽകത്തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം ആ പൗരോഹിത്യത്തിലേക്ക് എന്തുപോയി? പരിശുദ്ധാത്മാവ്. അപ്പൊ വചനമില്ലായിരുന്ന ലോകത്ത്. അച്ഛന്റെ കയ്യിൽ ഈ വചനമില്ലേ? എടുത്തു വായിച്ചുകൊണ്ട് ധ്യാനിച്ചാൽ പോലെ ആ നിമിഷം പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കല്ലേ? നമ്മൾ ചോദിക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചോദിക്കാതെ ലഭിക്കൂ. അന്വേഷിക്കുക നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞു. അന്വേഷിക്കാതെ വീട്ടിൽ കൊണ്ട് തരുമോ? മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറഞ്ഞു. മുട്ടി പിടിക്കാതെ തുറന്നു കിട്ടുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദാഹിച്ച് ചോദിച്ച് ദാഹജലം എനിക്ക് നിങ്ങൾ തന്നാൽ ജീവജലം നിനക്ക് ഞാൻ നൽകാം. യേശു ഒരു സമരായ സ്ത്രീയോട് പറയുക. സമരായ സ്ത്രീ വെള്ളം കൂടാൻ വരുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു, ഈശോ നീ ഇവിടെ നിൽക്കുക, ഇതാ ഒരു സ്ത്രീ. ആത്മാവ് പറഞ്ഞാലേ യേശു പ്രവർത്തിക്കുള്ളൂ. പിതാവ് പറയുന്നത് അല്ലാതെ യേശു ഒന്നും ചെയ്യും. പിതാവ് എന്ത് പറഞ്ഞു? യേശു പ്രവർത്തിച്ചു. പിതാവ് പറഞ്ഞില്ലേ? യേശു പൊക്കളെ. അപ്പൊ യേശു പറയാണ്, മകളെ എനിക്ക് ദാഹജലം തരിക, നിനക്ക് ഞാൻ ജീവജലം തരും. അപ്പൊ അവള് ചിന്തിച്ചു, അവളെ നോക്കി. പക്ഷെ ഇവിടെ തൊട്ടി കിണറൊന്നും വേറെ കണ്ടില്ല. കിണർ മാത്രം ഉണ്ട്, പക്ഷെ പാളയുമില്ല, കയറുമില്ല. ഓ, ഇത് പറ്റിക്കൽ പ്രസ്ഥാനം.
കയ്യിലൊന്നുമില്ലല്ലോ. അപ്പോൾ വീണ്ടും യേശു പറഞ്ഞു, എനിക്ക് നീ കുടിക്കാൻ തരികയാണെങ്കിൽ നിനക്ക് ഞാൻ ജീവന്റെ ജലം തരുമെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, നിന്റെ കയ്യിൽ പാളയോ തൊട്ടിയോ ഒന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് എന്താ നീ കിണർ തന്ന യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവന്റെ കന്നുകാലികളും ആടുമാടുകളും എല്ലാം ഇതിൽ നിന്ന് കുടിച്ചവരാണ്. അപ്പൊ അവനേക്കാൾ വലിയവനാണോ നീ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവന് ദാഹജലം കൊടുക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമെന്ന്. അപ്പോൾ അവൾ പറയാണ്, നീ ഒരു ആരാധ പറഞ്ഞത്? നീ ഒരു ആരാണെന്ന് പറഞ്ഞത്? പ്രവാചകനാണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ മറിയത്തിന്റെ ഉള്ളിൽ ആരുണ്ട്? ഞാനുണ്ട്. ഞാൻ പറയുന്നു, ഇത് പറഞ്ഞപ്പോൾ നീ ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവുമല്ല. അപ്പോൾ അവളുടെ ഹൃദയത്തിൽ ആര് പ്രവേശിച്ചു? പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഉടനെ അവള് പറഞ്ഞു, യേശു വരും. യേശു വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ പഠിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഉടനെ യേശു പറയാണ്, ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്ന അവൻ ഞാൻ തന്നെയാണ്. ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്ന അവൻ ഞാൻ തന്നെ ആണ്. അവൾ പാളയും കയറും വിട്ട് എവിടത്തേക്ക് ഓടി? അവിടെ നഗരത്തിലേക്ക് ഓടുകയാണ്. നടക്കരുത്, അവൾ ഓടി. ഞാൻ യേശുവിനെ കണ്ടു, എന്നോട് സംസാരിച്ചു. ആ പട്ടണം അവന്റെ അടുക്കലേക്ക് വരികയാണ്. ഞങ്ങളുടെ കൂടെ 3 ദിവസം താമസിക്കുകയാണെങ്കിൽ യേശു തയ്യാറായി. അവരോടൊത്ത് 3 ദിവസം അവനെ പഠിപ്പിച്ചു. അവർക്ക് ജീവന്റെ ജലം ആത്മാവിൽ കൊടുത്തു. അതുപോലെയാണ് നിങ്ങൾ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും സ്നാനപ്പെടുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. യേശു പറഞ്ഞതെല്ലാം വചനങ്ങളാണ്, വർത്തമാനമാണ്. നമ്മൾ പറയുന്നത് പൊളിവാക്കുകളല്ല. വചനം മാത്രമേ യേശു സംസാരിച്ചിട്ടുള്ളൂ. വചനമല്ലാതെ ഒന്നും സംസാരിച്ചില്ല. വചനങ്ങളുടെ അർത്ഥവും അതിന്റെ പൊരുളുകളും വ്യാഖ്യാനങ്ങളും ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ലോകത്തിനത് വെളിപ്പെടുത്തില്ല. ലോകത്തിന് എന്താ വേണ്ടത്? അത്ഭുതങ്ങളും അടയാളങ്ങളും. പക്ഷെ ശിഷ്യന്മാർക്ക് ആരെയാളായിരുന്നു? യേശുവിനെ വേണം. അതാണ് യേശുവിന്റെ പടയാളി യേശുവിനെ തേടുന്നു. ലോകത്തിൻ്റെതോ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി പോകുന്നു. ഇവിടെയാണ് ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യസ്തത. നമ്മൾ അത്ഭുതങ്ങൾ തേടാനല്ല വരുന്നത്. അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിച്ചോട്ടെ. പക്ഷേ നമുക്ക് എന്ത് കിട്ടണം? ഗ്രഹിക്കുവാനുള്ള മനസ്സും ആത്മീക ശക്തിയുടെ വചനവും ദൈവ കൃപയും നമുക്ക് കിട്ടിയാൽ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെട്ടു. ദൈവം സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടും. 72 പേരെ യേശു അയക്കുന്നത് നമുക്ക് കാണാം. അവരെ അയക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം തുടങ്ങി. ലൂക്ക 10. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. യേശു എന്താ ചെയ്യുന്നറിയോ? 72 പേരെ തെരഞ്ഞെടുത്തു. താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും. ഉണ്ടോ? യേശു പോകാനിരുന്ന സ്ഥലത്ത് യേശുവിന് സമയമില്ല. അതുകൊണ്ട് യേശു തിരഞ്ഞെടുത്തവരെ യേശു അയക്കാണ്. ഈ 2 പേരെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടുന്ന് പറയുകയാണ്, കൊയ്ത്ത് വളരെയേറെയുണ്ട്, പക്ഷെ കൊയ്യുവാൻ ആള്
ഇല്ല. അതുകൊണ്ട് കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആളെ അയക്കാൻ. യേശു അതുകൊണ്ട് പിതാവിനോട് ചോദിച്ചു, പിതാവെ ഞാൻ അയച്ചോട്ടെ, അയച്ചു കൊടുക്കുക. പിതാവിനോട് ചോദിച്ചിട്ടാണ് 72 പേരെ യേശു അയക്കുന്നത്. അവർ 72 പേരെ ഈ 2 പേരായിട്ട് യേശു പോകാനിരുന്ന സ്ഥലത്തേക്ക് മാത്രമേ അയച്ചുള്ളൂ, വേറൊരു സ്ഥലത്തേക്ക് അയച്ചിട്ടില്ല. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. അവൻ പറയുന്നതോ, ചെന്നായുടെ ഇടയിലേക്ക് കുഞ്ഞാട് എന്നതുപോലെയാണ് നിങ്ങളെ ഞാൻ അയക്കുന്നത്. ചെന്നായുടെ സ്വഭാവം എന്താണ്? എന്തിനെ കണ്ടാലും കടിച്ച് കീറും. അത് രക്തദാഹിയാണ്. അതിന് രക്തം കിട്ടിയാലേ കുടിക്കാൻ പറ്റുള്ളൂ. രക്തം കുടിച്ചതിന് ശേഷം അത് മാംസം തിന്നുള്ളൂ. ആദ്യം രക്തം കുടിക്കും, പിന്നെ മാംസം തിന്നും. അപ്പൊ നിങ്ങളുടെ രക്തം എന്തായിരിക്കണം? ക്രിസ്തുവിൻ്റെതായിരിക്കണം. നിങ്ങളുടെ ശരീരം ആരായിരിക്കണം? ക്രിസ്തുവിൻ്റെതായിരിക്കണം, നിത്യ പവറുള്ളതായിരിക്കണം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ചെന്നായുടെ ഇടയിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുകയാണ്. നിങ്ങൾ വഴിയിൽ വെച്ച് ആരെയും ഒന്നും അഭിസംബോധന ചെയ്യണ്ട, നേരെ തൂർന്ന് പോയച്ചാൽ പോകുന്ന വഴിക്ക് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പറയണം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറയണം? ദൈവത്തിന് സ്തുതി പറയേണ്ടവരാണ്, അല്ലെ? നമ്മൾ ഏത് സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഏത് സ്ഥലത്ത് ചെല്ലുന്നോ അവിടെ ദൈവത്തിനാണ് സ്തുതി കൊടുക്കുന്നത്. മഹത്വവും ആരാധനയും സ്തുതിയും ദൈവത്തിൻ്റെതാണ്, ലോകത്തിൻ്റെ. അപ്പൊ ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. സ്തുതിയും ആരാധനയും മഹത്വവും ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിന് കൊടുക്കണം. വായിച്ചു. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇതിവിടെ ഭയങ്കര രഹസ്യമായ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. സമാധാനത്തിന്റെ പുത്രൻ നിങ്ങൾ പ്രവേശിക്കുന്ന ഭവനത്തിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരിൽ കുടിയിരിക്കട്ടെ. അപ്പൊ ഈ 72 പേരെ അയച്ചോടെ കൂടുതൽ ആരുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സമാധാനമാണ് ആ വീട്ടിൽ ചിലപ്പോൾ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പരിശുദ്ധ ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അപ്പൊ അവരിലേക്ക് തന്നെ സമാധാനമാണ്. അപ്പൊ ഈ സമാധാനം ആരാണ്? യേശുവാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ജീവനാണ്, ആത്മാവാണ്, സത്യമാണ്. അപ്പൊ ഈ സമാധാനം ആരാണ്? യേശു എന്ന സത്യമാണ്. അപ്പൊ അവരുടെ 72 പേരുടെ കൂടുതൽ പോയത് ആരാണെന്നറിയോ? യേശു തന്നെയാണ്, വേറെ ആരും പോയിട്ടില്ല. യേശു ആത്മാവായി അവരുടെ കൂടുതലും പോയി. അവരെ അയച്ചത് യേശുവാണ്, പോകുന്നത് യേശുവാണ്. ശരീരം മാത്രമാണ് അവരുടേത്, ബാക്കി മുഴുവനും ആത്മാവാണ് പോയത്. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുകയും. വേലക്കാരൻ തന്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പിൽ തരുന്നത് ഭക്ഷിക്കുകയും. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയാൽ അലസമായിട്ട് നമ്മൾ നടക്കാൻ പറ്റില്ല. രോഗികളുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയി സുഖപ്പെടുത്താം. വേദനിക്കുന്നവരുണ്ട്, നമുക്ക് സുഖപ്പെടുത്താം. പിശാച് ബന്ധിച്ചവരുണ്ട്, നമുക്ക് സുഖപ്പെടുത്താം. അങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളിലൂടെ മാത്രം നമ്മൾ പ്രവർത്തിക്കുക. മറിച്ച് നമ്മുടേതായ താല്പര്യങ്ങളിലൂടെ ഒന്നും പോകാൻ പാടില്ല. നമ്മളോട് ആത്മാവ് പറയും, അതനുസരിച്ച് മാത്രം പോകണം. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുകയും ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുകയും. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്ന ഏതൊരു ഭവനവുമായിക്കോട്ടെ, ഏതൊരു നഗരമായിക്കോട്ടെ, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ നഗരത്തിന്റെ മധ്യത്തിൽ കാലിനെ കൊണ്ടിട്ടിച്ച് നിങ്ങൾക്ക് ഭവിക്കാൻ പോകുന്ന പാപം നിങ്ങൾ തന്നെ അത് ഏറ്റെടുത്തോളുക. എന്റെ കാലെ പോലും പറ്റാൻ ഞാൻ അനുവദിക്കില്ല. എങ്കിലും ഞാൻ പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകാൻ. നിങ്ങളെ സ്വീകരിച്ചിട്ടില്ലാത്ത പക്ഷം ഈ കാലിലെ പൊടി തൂത്തിട്ട് വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നെങ്കിൽ കേട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പോകണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിന്റെ സ്ഥിതി ഈ നഗരത്തിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. സോദോമിനേക്കാൾ കഷ്ടമായിരിക്കും ആ ദിവസം.
ഈ ദിവസം എന്താണ് നമുക്ക് ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ്. വേദനിക്കുന്ന നമ്മുടെ മനസ്സും ഹൃദയവും, ഒരു ദിവസം ഒരു ആശ്വാസം കിട്ടാതെ വെമ്പൽ കൊള്ളുന്ന മനുഷ്യ ഹൃദയം, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല രാത്രി. പിരിമുറുക്കങ്ങള്, ഞെരുക്കങ്ങള്, പീഡനങ്ങള്, ദുഃഖങ്ങള്, സഹനം സഹിച്ചു മടുത്തു. എന്നാലും എന്റെ ദൈവമേ എന്നൊന്ന് വിളിക്കാൻ എന്റെ തൊണ്ണ തുറക്കാൻ പോലും എനിക്ക് കഴിയില്ല. എന്തിന്? ഒന്ന് പൊട്ടിക്കരയാൻ പോലും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ നിന്ന് പിരിയുകയാണ്. എന്താ കാരണം? അവൻ എന്റെ ശിരസിന്റെ മേൽ വന്ന് തല ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു അനുഭവം പറയുകയാണ്. ഞാൻ ഇരിട്ടി ടൗണിൽ, എന്റെ നഗരത്തിൽ, സമയം പകൽ 11 മണി സമയത്ത് നിൽക്കുമ്പോൾ എന്റെ ടെലിഫോണിൽ ഒരു കോളെന്ന് പറഞ്ഞാല് അതിന് എത്ര ശക്തി ഉണ്ടെന്ന് എനിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു അലർച്ചയോടുകൂടി ആ ഫോണിലുള്ളൂ. ഫോൺ അങ്ങോട്ട് ഓൺ ചെയ്തതിന് മുമ്പ് ഭയങ്കര നിലവിളിയാണ്. കരച്ചിൽ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു കരച്ചിൽ ഞാൻ കേട്ടിട്ടില്ല. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഒരു സ്ത്രീ നിന്ന് കരയുകയാണ്. ഞാൻ എന്ത് പറഞ്ഞിട്ടും ആ സ്ത്രീയെ സ്വീകരിക്കാൻ തയ്യാറല്ല, കരയുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞ് ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ്? നീ എവിടെ നിന്നാണ് വിളിക്കുന്നത്? അപ്പൊ ചോദിക്കാണ്, നിങ്ങളല്ലേ എന്നെ വിളിച്ചത്? നിങ്ങളെന്നെ വിളിച്ചിട്ടാണോ പറഞ്ഞു? ഞാൻ ചോദിച്ചു, കുഞ്ഞാരാണ്? ഞാനൊരു സിസ്റ്ററാണെന്നോ? എവിടെയാണ്? ഞാൻ ഹൈദരാബാദിലാണ്. എന്താണ് സിസ്റ്റർ ചോദിച്ചു? ഞാനൊരു സ്കൂൾ നടത്തുകയാണെന്ന്. എന്താ സിസ്റ്റർ? പ്രസിഡന്റ് ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പ്രസിഡന്റ് ചോദിക്കണത് വീണ്ടും ചോദിക്കാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്റർ കരയെന്ന് ഞാൻ കേട്ടു, പക്ഷെ കോൾ ചെയ്തത് കർത്താവാണെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവാണെന്ന് പറയും സിസ്റ്റർ ശാന്തമാണ്. ഉടനെ സിസ്റ്റർ പറയാണ്, ഒരു മനസ്സ് തുറക്കലാണ് സിസ്റ്ററിന്റെ. ആ മനസ്സ് തുറക്കൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ തുറക്കൽ. 11 മിനിറ്റ് സമയത്തേക്ക് സിസ്റ്റർ തന്റെ ജീവിതം മുഴുവൻ അവിടെ ഇരുന്നുകൊണ്ട് ഫോണിലൂടെ പറയുകയാണ്. ഒരു അച്ഛനും 2 കന്യാസ്ത്രീകളും കൂടെ ഈ സിസ്റ്റർ ഒരു സ്കൂള് നടത്തുന്നതിന് പണസമ്പത്ത് കുറവായതിനാൽ അവര് ഷെയർ കൂട്ടി പറഞ്ഞു, നിങ്ങൾ പകുതി ഷെയർ തരാം, പകുതി എനിക്ക് 2 സിസ്റ്റർമാർക്ക്, നിങ്ങൾക്ക് 3 പേർക്ക്, നമുക്ക് 10. അപ്പൊ LKG UKG വരെ ഉള്ളൂ. അപ്പൊ ഇതിന് നടത്തിപ്പിന് പൈസയില്ല. അപ്പൊ ഇവരുടെ നിന്ന് 6 ലക്ഷം രൂപ മേടിച്ച് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പണി തീർത്ത് ഒരു കസേര ഇപ്പുറത്തും ഒരു കസേര അപ്പുറത്തും. അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ രേഖകളൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം പറഞ്ഞു, ഇത് ഷെയർ ചെയ്ത് എഴുതിക്കണം. സിസ്റ്ററുടെ വിശ്വാസം. ഇവരെന്ത് ചെയ്തു? അത് മൊത്തം ഇവരുടെ പേരിലേക്ക് അങ്ങ് എഴുതി. അവസാനം സിസ്റ്റർ പറഞ്ഞു, നീ മദർ ഇവിടെ ഇരുന്നു. ആ അച്ഛനാണ്, അച്ഛനോട് ഇവിടെ ഇരുന്നോ. അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ അങ്ങോട്ട് മാറിയിരിക്കും. എന്താ അച്ഛൻ ചോദിച്ചു. അത് ഇനി ഞങ്ങളല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അല്ല, ഞാനിവിടെ നടത്തിക്കോ, നമുക്ക് പപ്പാതിയല്ലേ ഉള്ളൂ, കൂടുതലിടത്തില്ലല്ലോ. അല്ല, എല്ലാം ഞങ്ങളുടേതായി തീർന്നു പറഞ്ഞു. സിസ്റ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് കുരിശു രൂപത്തെ പോയി പിടുത്തമാണ്. ഒരൊറ്റ പിടുത്ത കുരിശു രൂപത്തെ ചെന്ന് പിടിച്ചു. എന്റെ പിതാവേ, ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നൊരൊറ്റ കരച്ചിലാണ്. ഈ കരച്ചിലാണ് ഫോണിലേക്ക് വന്നിട്ടിരിക്കുന്നത്. ആ കെട്ടിപ്പിടിച്ച നിമിഷം ഈ കരച്ചിൽ എന്ത് ചെയ്തു? എന്റെ കാതിൽ വന്നിരിക്കുകയാണ്. ഇതാണ് വിലാപം. കരഞ്ഞു എല്ലാം പറഞ്ഞു തീർന്നു. സിസ്റ്ററോട് പറഞ്ഞു, ഒന്നും പേടിക്കുക വേണ്ട, സ്കൂളിലേക്ക് പോകും വേണ്ട. ഞാൻ ഇന്നലേക്ക് 3-ാം ദിവസം സിസ്റ്ററിന്റെ മഠത്തിലെത്തിയിരിക്കുന്നു. അപ്പൊ എനിക്ക് കൂട്ടായിട്ട് ജോലിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ജോലിയേട്ടാ ഇപ്പൊ ഇവിടെ പുറപ്പെടണോ? എന്താ ചോദിച്ചു. എനിക്ക് സ്ഥലമൊന്നും അറിയില്ല, നമുക്ക് പോയാൽ മതിയാവുന്നു. ഞങ്ങൾ 2 പേരും കൂടെ എടുത്ത വിട്ടായി കിടക്കുന്ന വിഷത്തോടെ അന്നപ്പളെ വണ്ടി ഫയലോടും പറഞ്ഞില്ല, ഞാൻ വണ്ടി ചെന്നു. പിറ്റേ ദിവസം ട്രെയിൻ ഇറങ്ങി കണ്ണടച്ചു. ഈശോയെ വിളിക്കുമ്പോൾ 2 സിസ്റ്റർമാർ ഇങ്ങനെ നടന്നു പോകും. അവരുടെ ഒപ്പം അവര് ഞങ്ങൾക്ക് വഴികാട്ടിയിട്ട് വരുവാണ്. ഞാൻ സിസ്റ്റർമാരുടെ പുറകെ അങ്ങനെ പോയി ജംഗ്ഷനിൽ നമ്മൾ സിസ്റ്റർമാർ തിരിഞ്ഞു. അവരുടെ ഈശോ കാണിച്ചത് അങ്ങോട്ട് പോകണം. സിസ്റ്റർമാർ ഇങ്ങോട്ട് പോയി. ഞാൻ നേരെ മഠത്തിലെത്തുമ്പം 2 കന്യാസ്ത്രീകള് അവിടെ വന്നിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? അപ്പൊ ഒരാൾ തമിഴാണ്, ഒരാൾ മലയാളിയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന സിസ്റ്ററെ കാണാനാണ് വന്നത്. സിസ്റ്റർ ഇവിടെ ഇല്ല, പുറത്തു പോയെന്ന് പറഞ്ഞു.
എന്നാൽ സിസ്റ്റർ വരുന്നപ്പോൾ ഞാനിവിടെ ഇരുന്നോട്ടെ ചോദിച്ചു. ഇരുന്നോളാം പറഞ്ഞു. ഉടനെ ഞാൻ അവിടെ ഒരു സ്വർഗസ്നായ പിതാവിനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഒരു പാൻ എടുത്ത് അടുത്തു. അപ്പൊ അവിടുന്ന് ഞങ്ങൾ പരസ്പരം ഈശോയ്ക്ക് സ്തുതി പറഞ്ഞു ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കാം കുരിശുരൂപം ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ആൾക്കാരെ വന്നോളാം പറഞ്ഞു. കുരിശുരൂപം എടുക്കുമ്പോൾ ഞാൻ കണ്ണ് കാണിച്ചു നോക്കി കുരിശുരൂപം ഉറപ്പിച്ചു. ഞാൻ ചോദിച്ചു, മിനിങ്ങാന്ന് 11 മണിക്ക് സിസ്റ്റർ ഈ കുരിശുരൂപത്തെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു ചോദിച്ചു. എന്നെ നേരെ നോക്കി അങ്ങോട്ട് നോക്കി അയന ബ്രദറെ അങ്ങനെ ചോദിച്ചപ്പോൾ ബ്രദറെ തന്നെ എന്നെ വിളിച്ചു. എന്നാ ചോദിച്ചു. അല്ല, ഞാനൊരു ഫോൺ ശബ്ദം കേട്ടായിരുന്നു, ഒരു വലിയ കരച്ചിൽ കേട്ടായിരുന്നു. സിസ്റ്റർ സത്യം പറഞ്ഞാൽ മതി, കളവൊന്നും പറയണ്ട. സിസ്റ്റർ ഭർത്താവിനോട് പ്രാർത്ഥിച്ചു കാര്യമായിരുന്നു. എന്നിട്ട് എന്തൊരു ഫോണോ വല്ലതും വന്ന് ചെയ്താൽ ചോദിച്ചു. ഇല്ല, ഞാൻ ഫോണൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? കർത്താവിന്റെ ആത്മാവ് ദാസിക്ക് വേണ്ടി ഫോൺ ചെയ്യുക. ദൈവത്തിന്റെ പ്രവർത്തികളൊന്നും മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കുരിശുരൂപത്തിനെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. കെട്ടിപ്പിടിച്ചു. തലേ കൈ വെച്ചുകൊണ്ട്, പിതാവേ, അങ്ങയുടെ വാഗ്ദാനമായ ഭൂമിയും വ്യാപാരവും അവരുടെ പ്രസ്ഥാനങ്ങളും അങ്ങയുടെ നാമത്തിൽ തിരികെ കൊടുക്കട്ടെ എന്ന് ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു. സിസ്റ്റർ നേരെ സ്കൂളിലേക്ക് പോകണം. സിസ്റ്റർ നേരെ സ്കൂളിൽ ചെല്ലുമ്പം അച്ഛനുമില്ല, കന്യാസ്ത്രീ. 2 പേരും ചെയ്തു. സിസ്റ്റർ അങ്ങോട്ട് പോകുമ്പോൾ സിസ്റ്റർ നമുക്ക് ഇങ്ങോട്ട് വരിക. എന്റെ അടുത്ത് വന്നു. ഇവര് 3 പേരെടുത്ത് സിസ്റ്റർ പോയത് എന്നാ ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥത, ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നാ പറ്റി? അപ്പൊ പറഞ്ഞു, എന്താണെന്നറിയത്തില്ല, ഭയങ്കര അസ്വസ്ഥ ഉണ്ടാകുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഇവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇവരെ വിശദീകരിക്കണമേ, അങ്ങയുടെ കൃപയും സമാധാനവും ഈശോ മിശിഹായുടെ ഇവരിലേക്ക് നിറയട്ടെ എന്ന് പറഞ്ഞ് കയ്യെ വിളിച്ചു. കൈവച്ച് 3 പേരെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പോവാണ്. എങ്ങോട്ടാ? ഞങ്ങൾ നാട്ടിൽ പോകുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ സ്കൂളിന്റെ ഇടപാട് തീർത്തോ? അതൊക്കെ സിസ്റ്റർ ആയിക്കോളും, ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് ഇരിക്കാനും